എന്താണ് തിരുപ്പതി ലഡു? വിവാദങ്ങളിൽപ്പെട്ട് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ പ്രസിദ്ധമായ പ്രസാദത്തെക്കുറിച്ച് അറിയാം. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. മൃഗക്കൊഴുപ്പുണ്ടെന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ച രാജ്യത്തെ ഒരു പ്രധാന ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പ്രസാദമാണ് തിരുപ്പതി ലഡു. ഇത് വെറുമൊരു ലഡു അല്ല, അങ്ങനെ വെറുതെ ഉണ്ടാക്കുന്നതുമല്ല. ഏതാണ്ട് 300 വർഷത്തിലേറെ പഴക്കമുള്ള പാരമ്പര്യമാണ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിയിൽ സ്ഥിതി ചെയ്യുന്ന തിരുമല ക്ഷേത്രത്തിൽ വിതരണം ചെയ്യുന്ന ലഡു എന്ന പ്രസാദത്തിനുള്ളത്. പോട്ടു എന്ന പ്രത്യേക അടുക്കളയിലാണ് ലഡു തയ്യാറാക്കുന്നത്. 175 ഗ്രാമാണ് ലഡുവിന്റെ ഭാരം. തലമുറകളായി ഒരു പ്രത്യേക വിഭാഗക്കാരാണ് ഇത് തയ്യാറാക്കുന്നത്. ലഡു പാചകം ചെയ്യുന്ന ആളുകൾക്കുമുണ്ട് പ്രത്യേകത. അവർ തങ്ങളുടെ തല മൊട്ടയടിക്കുകയും വഴിപാട് തയ്യാറാക്കുമ്പോൾ വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യും. വിദഗ്ധരായ 600 പാചകക്കാരാണ് ഈ ലഡു നിർമ്മാണത്തിൽ പങ്കാളികളാകുന്നത്. പ്രീമിയം ക്വാളിറ്റിയുള്ള നെയ്യാണ് തിരുപ്പതി ലഡുവിന്റെ ഒരു പ്രധാനപ്പെട്ട ചേരുവ. ഇതുകൂടാതെ ചെറുപയർ മാവ്, പഞ്ചസാര, കശുവണ്ടി, ഏലക്കായ, ഉണക്കമുന്തിരി, അരി, പഞ്ചസാര കട്ടകൾ എന്നിവയാണ് മറ്റു ചേരുവകൾ. ആദ്യകാലങ്ങളിൽ വിറകടുപ്പാണ് ചേരുവകൾ തയ്യാറാക്കാൻ ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ആധുനിക സംവിധാനങ്ങളോട് കൂടിയ അടുക്കളയിലായി പാചകം. 400 മുതൽ 500 കിലോ വരെ നെയ്യ്, 750 ഗ്രാം കശുവണ്ടി, 500 കിലോ ഉണക്കമുന്തിരി, 200 കിലോ ഏലക്ക എന്നിവയാണ് ഒരു ദിവസം ലഡു നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഒരു വർഷം 5 ലക്ഷം കിലോ നെയ്യ് ലേലത്തിലൂടെ ക്ഷേത്രം വാങ്ങാറുമുണ്ട്. നെയ്യുടെ വിതരണക്കാരെ തിരഞ്ഞെടുക്കുന്നതിനും ചില മാനദണ്ഡങ്ങളുണ്ട്. വിതരണക്കാർ കൊണ്ടുവരുന്ന നെയ്യുടെ ഗുണനിലവാരവും അത് വിൽക്കുന്ന ഫാക്ടറിയും അതിന്റെ പരിസരവും ഒക്കെ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് വിതരണക്കാരെ തിരഞ്ഞെടുക്കുന്നത്. ഒരു ദിവസം 3.5 ലക്ഷം ലഡു വരെ ഇവിടെ തയ്യാറാക്കാറുണ്ട്. ഉത്സവ സീസണുകളിലും പ്രത്യേകമായുള്ള ദിവസങ്ങളിലും ലഡുവിന്റെ എണ്ണം 4 ലക്ഷം വരെയൊക്കെ വർദ്ധിക്കും. 2014 ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ പദവി ലഭിച്ചതോടുകൂടി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടല്ലാതെ തിരുപ്പതി ലഡു എന്ന പേരിൽ ആർക്കും ലഡു വിൽക്കാൻ സാധ്യമല്ല. ലഡു തയ്യാറാക്കിയ ശേഷം ആദ്യത്തെ ലഡു ഭക്തർക്ക് വിതരണം ചെയ്യുന്നതിന് മുൻപ് ക്ഷേത്രത്തിന്റെ അധിപനായ വെങ്കിടേശ്വര ഭഗവാന് സമർപ്പിക്കും. ഈ ലഡു ബാക്കിയുള്ള ലഡുവുമായി കൂട്ടിയോജിപ്പിച്ചാണ് ഭക്തർക്ക് വിതരണം ചെയ്യുന്നത്. ഓരോ സന്ദർശകനും ഒരു ലഡു സൗജന്യമായി ലഭിക്കും. അധിക ലഡു ഓരോന്നിനും 50 രൂപ നിരക്കിൽ ഭക്തർക്ക് വാങ്ങാവുന്നതാണ്.